Praise the Lord. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. Let's all lift up our hands and praise God. Hallelujah. Amen. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I praise God for this blessed morning. ദൈവകൃപയാൽ എനിക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇവിടെ സഭയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചു. By the grace of God, I could minister last 2 days in this congregation. കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് വചനം സംസാരിപ്പാൻ എന്നെ ഇടയാക്കി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I also praise God that I could minister from the word of God even in the previous night. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for everyone those who are here today morning. പ്രത്യേകം കർത്താവിന്റെ ദാസൻ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. I was very joyful when pastor was speaking. ദൈവനാമത്തിന് വേണ്ടിയുള്ള സീലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for the zeal that he carries. പ്രത്യേക അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൈവം തന്റെ മേൽ വെച്ചിരിക്കുന്ന വലിയ ഒരു കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the grace that God has given him to bring many to Christ. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം ഗൾഫിൽ വന്നപ്പോൾ ഞങ്ങളുടെ സഭയിൽ വരികയും ഞങ്ങളുടെ യൂത്ത്സിന്റെ ഇടയിൽ ശക്തമായ ഒരു മിനിസ്റ്റർ ചെയ്യുവാൻ ദൈവം പ്രിയ കർത്താവിന്റെ ദാസനെ ഇടയാക്കി. And in the previous year when he came to UAE, he could minister in our church, in our congregation. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for everything what God is doing. ഇന്ന് പകൽക്കാലം എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു? How many of you are happy this morning? ഞാൻ പറയാൻ നമ്മൾ കേട്ടതുപോലെ തന്നെ നമ്മുടെ ദൈവം ഇമ്പോസിബിലിറ്റിയെ പോസിബിലിറ്റി ആക്കുന്ന ദൈവമാണ്. Amen. As we heard, God is a God who does impossible things to possible. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഒന്നുമില്ലാത്തതിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. And the speciality of our God is that he can call out things out of nothing. ലോകം തള്ളിക്കളഞ്ഞതിനെ ഹല്ലേലൂയ വലുതാക്കുന്ന ഒരു ദൈവമാണ്. And if the world has rejected something, God can really make it big. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ശ്രേഷ്ഠന്മാരോട് കൂടി ഇരുത്തുന്ന ദൈവമാണ്. And God can bring up the poor from the pit, and he will make them to sit with the rich. ഞാൻ പറയട്ടെ, ഈ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു തലത്തിലല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. I'm not talking this in the natural realm. ഞാൻ പറയട്ടെ, ഇത് സൂപ്പർ നാച്ചുറൽ ദൈവം ചെയ്യുന്ന മിറക്കിൾസ് ആണ്. And these are the miracles that God does supernaturally. കഴിവില്ലാത്തവരും ലോകം തള്ളിക്കളഞ്ഞവരെയും ദൈവത്തിന്റെ നാമത്തിന്റെ ബഹുത്വത്തിനായിട്ട് ഉപയോഗിച്ചവനാണ്. And God is a God who was called as useless in the kingdom of God. ഇന്ന് പകൽക്കാലം ഞാൻ ചില കാര്യങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. I would like to speak some of the things today morning. എന്റെ ഈ വാച്ചും ഇല്ല, സമയമൊന്നും എനിക്ക് അറിയത്തില്ല. I do not have watch. I do not know the time too. ഓക്കെ, നമ്മളിങ്ങനെ 2 കൊരിന്ത്യരിൽ ഒരു വാക്യം ഞാൻ വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളതേ ഉള്ളൂ. There is a verse in 2 Corinthians. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ കൂടെ നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. I praise God for God who leads us victoriously. ഞാൻ പറയാം, എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. He will always lead us victoriously. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. Can you tell that all together? Always leads us victoriously. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. You know what is the reason for that? കാരണം പരാജയങ്ങളുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are living in a world where there is failure. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ പറയാം, എന്നാൽ എപ്പോഴും ജയോത്സവമായി നടക്കണമെങ്കിൽ അത് നാച്ചുറൽ റെലമിലല്ല. And if you want to lead a victorious life, it is not possible in the natural realm. ഇന്ന് പൽക്കാലം ഞാൻ പറയാം, നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരുവൻ ഇവിടെയുണ്ട്. And I want to tell you this morning that God is here who will lead us victoriously always. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സംസാരിച്ച വിഷയത്തോട് ചേർന്ന ചില കാര്യങ്ങൾ ഇന്ന് പൽക്കാലം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. I would like to connect something with what I spoke yesterday night. ഞാൻ ഈ ജയോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് 2 നിലയിൽ ജയാളികളായി തീരുവാൻ സാധിക്കും. When we talk about a victorious life, we can talk about 2 types of victorious life. നമുക്ക് ലോകത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം, ലോകത്തിലെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. I would like to tell an example that happens in the world. നമുക്ക് 2 നിലയിലുള്ള ജയാളികളെ നമുക്ക് ലോകത്തിൽ കാണാൻ പറ്റും. We can see 2 types of victorious people in the world. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ലോകത്തിലെ ഈ സ്പോർട്സ് മേഖലകളെ ഉദ്ദേശിച്ചാണ്, സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. I'm telling something from the sports world. ഞാൻ ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ പറയുന്നതിന്റെ കാര്യം, എൻ്റെ സഭയിലും ഞാൻ ആയിരിക്കുന്ന സഭയിലും ഈ 2025 ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ തന്ന ഒരു വെളിപ്പാട് കൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. I am speaking this because of the revelation what God gave to me in these years. കാര്യം സൂപ്പർ നാച്ചുറൽ ആയിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്. And Spirit of the Lord told me that
there is a God who strengthens us supernaturally. ഞാൻ അതിന് ഒന്നാമത് വേണ്ടിയ കാര്യം നമ്മൾ ശക്തി ഇല്ലാത്തവരാണെന്നുള്ള ബോധ്യമാണ് നമുക്ക് And വേണ്ടത്. the first thing that we need for that is we need to understand that we are, helpless. കാര്യം മോശയ്ക്ക് ഒരു കാര്യം ചിന്തിച്ചു, താൻ രാജകുമാരനാണ്, തന്നെ പറ്റി ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ഈ നിലയിൽ തന്നെ എടുത്ത് യൂസ് ചെയ്യുമെന്ന് മോശ ആഗ്രഹിച്ചു. എങ്കിലും ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് മോശയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. Moses knew that God is going to use him, and he was born and brought up in a palace, but God's purpose was different. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അവനെ വിക്കനാക്കി ദൈവനാമത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു. But God's purpose was that God wanted to make him useless so that God can use him. അവന്റെ എലക്വൻസ് ദൈവത്തിന് വേണ്ട, God doesn't want his eloquence. പക്ഷെ ദൈവത്തിന് വേണ്ടത് അവന്റെ സമർപ്പണമായിരുന്നു. God wanted his commitment or surrendering. ദൈവം അവന്റെ അടുത്ത് ഇറങ്ങി വന്നപ്പോൾ അവൻ പറയുക, ഞാൻ വിക്കനായ മനുഷ്യനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. ഇങ്ങനെ സമർപ്പണമുള്ളവരെയാണ് ദൈവം എടുത്ത് യൂസ് ചെയ്യുന്നത്. So when God came down, Moses said, I am a person with a stammering tongue. I'm not able to do anything. ഇന്ന് പകൽക്കാലവും അങ്ങനെ നമ്മുടെ ജീവിതം മാറി വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. And God wants our life to become like that, to think that we cannot do with our own ability. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് നമ്മൾ പറയാറുണ്ട് ജന്മനാ ചില കഴിവുകൾ ഉണ്ടെന്ന് പറയാറുണ്ട്. Some people have inborn talents. ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുള്ളവരുണ്ട്. Some people can sing well. ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട്. Some people can preach well. പല നിലകളിൽ ജന്മനാ കഴിവുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. We can see that some people have inborn talents in different ways. ഞാൻ എന്നാൽ അതിനെതിരല്ല. I am not against all പക്ഷേ ഒരു that. കാര്യം, ദൈവം ഉപയോഗിക്കണമെങ്കിൽ But if God wants to use you, ദൈവസന്നിധിയിൽ പറയണം, കർത്താവേ ഇതൊന്നും എനിക്കല്ല, നിന്റെ ശക്തി എനിക്ക് തരണമെന്ന് പറയണം. hallelujah, you need to come down in the presence of the Lord telling that, Lord, I cannot do anything with my inborn talents. I need your power. ഇന്ന് പകൽക്കാലവും അതിനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. And may the Lord help us to do that. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ലോകത്തിലെ രണ്ട് ജയാളികളുടെ ഗണം പറയുമ്പോൾ When we say about people in the victorious people in the world, കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ജയാളികളാകുന്ന തങ്ങളുടെ ആരോഗ്യം കൊണ്ടാണ്. some people are victorious because they are strong enough in their body. കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ എന്താ ബോക്സിംഗ് ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ മസിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. We know that people in the boxing and the wrestling, they have big muscles. അവര് ജയാളികളാകുന്ന അവിടെ ആരോഗ്യം കൊണ്ടാണ്. They are victorious because of their strength. ചില ആൾക്കാരുടെ ഇന്നർ പവർ കൊണ്ട് ജയാളികളാകുന്നവരുണ്ട്. Some people are victorious with their inner strength. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഇന്ത്യയുടെ ചെസ് ലോക ചാമ്പ്യൻ ആയിരുന്ന പ്രജ്ഞാനന്ദ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോട്ടോ കണ്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. How many of you know that the chess champion Pragnananda? നിങ്ങൾ എത്ര കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? Yeah, how many of you seen കണ്ടു that കഴിഞ്ഞാൽ picture? അദ്ദേഹം ഒരു ജയാളിയാണ്. We know that he is a victorious person. അദ്ദേഹം ഇത്ര കണ്ടു കഴിഞ്ഞാൽ മെലിഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ, കണ്ടാൽ ഒരു ശക്തിയും ഇല്ലാത്തൊരു മനുഷ്യനാണ്. Yeah, when you see that boy, he looks like very thin and a very lean person. ഞാൻ ഇന്ന് പൽക്കാലം പറയാം, രണ്ട് നിലയിൽ ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ നമുക്കും ജയാളികളാകാം. In the spiritual realm also we can be victorious like this. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് പുറമേ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത് ജയാളികളാകാൻ പറ്റും. We can sometimes be victorious with our outward outwardly doing things. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ജയാളികളാകും നമുക്ക് അകത്തെ മനുഷ്യനിൽ ചേഞ്ച് വന്ന് ജയാളികളാകാം. But we can also become victorious by our inner being be molded. ഇത് പലകാലം ആ ഒരു കാര്യത്തെ പറ്റി ദൈവമക്കൾ എങ്ങനെ എപ്പോഴും ജയാളികളാകാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So I would like to speak about something, how a godly child can be victorious always. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ തന്നെ ഓർക്കുമ്പോൾ നമ്മൾ എല്ലാവരും മാനുഷികമായിട്ട് ശക്തിയുള്ളവരാണ്. When we think about ourselves, we might have some human strength, humanly speaking. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. But there is always a limit to what we can do with our own ഞാൻ strength. പറയാം, അപ്പോസ്തലനായ പൗലോസിന് ഹ്യൂമനായിട്ട് ശക്തിയുള്ളവനായിരുന്നു. Apostle Paul, when we think about him, he was humanly speaking, he was an able person. എന്നാൽ അവനെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം അവന്റെ മേൽ പകരപ്പെട്ട ഒരു ശക്തി കൊണ്ടാണ്. But he was supernaturally used because of the power that was given to him.
പത്രോസ് വിദ്യാഭ്യാസമില്ലാത്തവനായിരുന്നു. Peter was an uneducated person. അവൻ മീൻപിടുത്തക്കാരനായിരുന്നു. He was a fisherman. അവൻ സാമാന്യനായ He മനുഷ്യനായിരുന്നു. was an ordinary person. പേടിച്ച് ഓടുന്ന ഒരു വ്യക്തിയായിരുന്നു. He was a person who always used to run away because he's scared. എന്നാൽ അവനെ ധൈര്യവാനായി മഹാപുരോഹിതന്റെ നിർത്തിയിൽ അവരെ ചോദ്യം ചെയ്യുവാൻ ശക്തനാക്കിയത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ശക്തിയായിരുന്നു. But it was a supernatural power that is in him, made him to stand in front of the high priest and question the high priest. ഇന്ന് മൽക്കാൽ ഞാൻ പറയാം, ദൈവം നമ്മളെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ This morning I want to tell that when God is using us, അവൻ ഒന്നാമത് ആഗ്രഹിക്കുന്ന നമ്മുടെ ശക്തി മാറ്റിയിട്ട് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നതിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. hallelujah, he is desiring that we need to set aside our strength and we should allow God to work in us. നമ്മൾ പലപ്പോഴും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാറുണ്ട്. We sometimes rely on our own strength. നമുക്കറിയാം ദൈവം നമുക്ക് തെരഞ്ഞെടുക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. തെരഞ്ഞെടുക്കുവാൻ. Okay. Oh, God has given us the power to choose, the right to choose. നമുക്കറിയാം എന്ത് കുടിക്കണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. We can choose what to drink. നമുക്ക് എവിടെ എങ്ങനെ പോകണമെന്ന് ചൂസ് ചെയ്യാം. We can choose where to go. എന്നാൽ നമുക്ക് എല്ലാം ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. But we cannot choose everything. നമ്മൾ ചൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. There is a limit to choose. നമ്മുടെ അപ്പൻ അമ്മ ആരാ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. We cannot choose who our parents should be. നമ്മുടെ കുട്ടികൾ എങ്ങനെ ആയിരിക്കണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. We cannot choose how our children should be. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നമുക്ക് തെരഞ്ഞെടുപ്പിന് പോലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. There is a limitation even for our choices. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഏത് നിലയിലെടുത്ത് നമ്മുടെ കഴിവുകൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. There is a limit for our talents. നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. There is a limit to everything that we can even control. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും കോപിക്കരുതെന്ന് ചിന്തിക്കാറുണ്ട്. കോപിക്കരുതെന്ന്. Okay. Sometimes we think that we should not get angry. പക്ഷേ നമ്മൾ ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. But we are not able to control ourselves. നമ്മൾ ചിലപ്പോൾ ക്ഷമിക്കണമെന്ന് തോന്നാറുണ്ട്. We always feel that we should always forgive us. നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റാറില്ല. But we are not able to forgive. പിന്നീട് നമ്മൾ ഓർക്കും, അയ്യോ അവിടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന്. We think later, oh, I should not have told that. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുമുണ്ട്. But some places you are able to control ourselves. ഞാൻ പറഞ്ഞു, നിയന്ത്രിക്കുന്നതിലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. There is a limit to even what we can control. ഞാൻ പറഞ്ഞു, ജയാളിയാകുന്നതിലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ലോകപരമായിട്ട്. There is even a limit which we can control in this world. എനിക്ക് പ്രജ്ഞാനന്ദയെ തോൽപ്പിക്കാൻ തക്കവണ്ണമുള്ള മെന്റൽ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ജയിക്കാൻ പറ്റത്തില്ല. I do not have the talent to win over Pragnananda, so I do not have. എനിക്ക് വലിയ വെയിറ്റ് ലിഫ്റ്റ് എടുക്കുന്ന ആളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, അതിന് തക്കവണ്ണം കഴിവില്ലാത്തതുകൊണ്ട്. I cannot lift weight, so I cannot even question the weightlifters. ഞാൻ അന്ന് പറഞ്ഞതിന്റെ ചുരുക്കം, നമുക്ക് ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. Why I am telling all this, that there is a limitation for everything in our lives. എന്നാൽ ആ ലിമിറ്റിനെ മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുവാൻ ഞാൻ ഇന്ന് പൽക്കാലം വന്നത്. But I want to tell you that there is a God who can lift this or take off those limitations in our lives. ദൈവമക്കള് ശേഷം മനുഷ്യരെ പോലെ എല്ലാവരും വ്യത്യസ്തരാണ്. Godly people are not like other people. They are different. They are different people. ലോക മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ലിമിറ്റിനകത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അവൻ നിരാശപ്പെടും, അവൻ പ്രശ്നമുണ്ടാക്കും, ചിലപ്പോൾ അവന്റെ ജീവിതത്തെ അവസാനിപ്പിച്ചേക്കാം. The worldly people, what they do when they finish their limits, they will be, troublesome, and they will even suicide. എന്നാൽ ഇന്ന് പലക്കാലം പറയാം, ദൈവമകന്റെ പ്രത്യേകത അങ്ങനെ ഒരു ലിമിറ്റിനപ്പുറമായിട്ട് അവനൊരു ശക്തി ഉണ്ടെന്നുള്ളതാണ്. But the difference in a godly child is that we are beyond our limitations. നമ്മളെ ജയാളികളായി നടത്തുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശക്തിയല്ല, മറിച്ച് ലോക മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഒരു ശക്തിയല്ല, അതിനപ്പുറമായിട്ടുള്ള ഒരു ശക്തി ഏറ്റെടുക്കുന്ന വ്യക്തി ജയാളിയായിരിക്കും. Hallelujah. Something which leads us victorious, it's not because of our ability, but it is the ability that is given from above. ഇന്ന് പൽക്കാലം ഞാൻ അതിനായിട്ട് ചില വേദഭാഗങ്ങൾ വായിച്ചിട്ട് ഇന്ന് പൽക്കാലം എന്റെ വിഷയത്തിലേക്ക് കടന്നു വരാം. We would like to read some verses and I will come to the topic. ന്യായാധിപന്മാരുടെ പുസ്തകം, the book of Judges. The book of Judges. 16-ാം അധ്യായം. Chapter 16. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം. Judges chapter 16. എല്ലാവരും വചനം എടുക്കുക. വേഴ്സ് 17, അതിന്റെ 17-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Verse 17.
ഇവിടെ എഴുതിയിരിക്കുന്ന ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു, ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് അവളോട് പറഞ്ഞു. So here we say that he's telling that lady, no razor has ever come upon my head. I have been a Nazarite to God from my mother's womb. If I am shaven, then my strength will leave me. I shall become weak and be like any other man. താൻ പറയുന്നത് ഇങ്ങനെയാണ്, താൻ ശേഷം മനുഷ്യരെ പോലെ ആയി മാറുമെന്നാ പറയുന്നത്. He is telling that if I do that, I will become like any other man. അതിന്റെ അർത്ഥം അതിനു മുമ്പ് താൻ ശേഷം മനുഷ്യരെ പോലെയല്ല, And which means that he is not like any other man. താൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു. He was a very different man. നിങ്ങൾക്കറിയാം ആരെ പറ്റിയാ പറയുന്നതെന്ന് അറിയാം. You know about whom it is spoken. ഇത് ശിംശോൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. It has been spoken about Samson. ശിംശോന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ജനനം മുതൽ ദൈവത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ട നാസീർ വ്രതമുള്ളവനാകിയാൽ അവന്റെ മേൽ ദൈവാത്മാവിന്റെ ശക്തി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് അവന്റെ മുടി ക്ഷൗരം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. And we know that Samson was dedicated to God. He was a Nazarite and he was not supposed to cut his hair. അതുകൊണ്ട് ദൈവം എന്ത് ചോദിച്ചാൽ, കർത്താവിന്റെ ഇവനെ പറ്റി ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. തന്റെ ജനം ഫെലിസ്ത്യരുടെ അടിമകളായിരിക്കുമ്പോൾ അവരിൽ നിന്ന് വീണ്ടെടുത്ത് ജനത്തെ ജയാളികളാക്കി നിർത്തുന്നതിന് വേണ്ടി ദൈവം ഒരുവനെ ആക്കിയതാണ്. And God has placed him so that he will redeem the people from the clutches of Philistines. അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇവന്റെ ശക്തിയുടെ രഹസ്യമെന്ന് നമുക്കൊരു വാക്യം വായിക്കാം. Let us read to understand the secret of his power. അതിന്റെ 13-ാം അധ്യായം, ജഡ്ജസ് ചാപ്റ്റർ 13 വേഴ്സസ് 25. ജഡ്ജസ് ചാപ്റ്റർ 13 വേഴ്സ് 25. And this ഇവിടെ നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്ന, യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. And it is said that the Spirit of the Lord started to move upon him. ഇങ്ങനെ ആയിരിക്കുന്ന began to move upon him. അവൻ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി. It is said that it started to move. It began to move upon him. ഞാൻ പറയാം, ഈ ശിംശോൻ എന്നുള്ള വ്യക്തി താൻ പറയുകയാണ്, ശേഷം മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാകാനുള്ള കാരണം അവന്റെ മേൽ ആത്മാവിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നതാണ്. Why he was very different from an ordinary man? Because he had the work of the Spirit of the Lord upon him. ഞാൻ പറയാം, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നവൻ ശേഷം മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. Everyone, those who have this work of the Spirit of the Lord upon him, he will be definitely different from an ordinary person. അതുകൊണ്ട് വ്യക്തമായിട്ട് ശിംശോൻ ഒരു കാര്യം അറിയാമായിരുന്നു, തന്റെ ശക്തിയുടെ രഹസ്യം എന്ന് പറയുന്നത് തന്റെ തലയിലുള്ള മുടിയാണ്. അതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആവസിക്കുന്നത് കൊണ്ടാണ്. And Samson was also very sure that this power that is in him, it's because of the hair that he has, and the reason for that is the Spirit of the Lord. ഞാൻ പറയാം, എന്നാൽ ഈ ശക്തി ലഭിച്ച ശിംശോന്റെ ജീവിതത്തില് അവന്റെ ശക്തിയുടെ പ്രവർത്തനത്തിന്റെ 2-3 വാക്യങ്ങളുടെ വായിക്കാം. ഞാൻ നിങ്ങളെ കാണിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ അവൻ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാ. I just want to show you how you can be different when you have the Spirit of the Lord upon you. ഇതിന്റെ ചാപ്റ്റർ 14 14-ാം അധ്യായത്തിന്റെ Chapter 14 അതിന്റെ 6-ാമത്തെ വാക്യം, verse 6. The Spirit of the Lord came powerfully upon him, so that he tore the lion apart with his bare hands, as he might have torn a young goat. But he told neither his father nor his mother what he had done. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, താൻ പോകുമ്പോൾ ഒരു സിംഹം തനിക്ക് നേരെ കടന്നു വരികയാണ്. Here we see that a lion is coming towards him. തന്നെ തകർക്കുന്നതിന് വേണ്ടി സിംഹം കടന്നു വരുന്നു. And this lion is coming to eat him up. ഒരു നാച്ചുറൽ മനുഷ്യനാണെങ്കിൽ, if it is a natural person, an ordinary man, അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ സിംഹം അവനെ പിടിക്കും, it could be either the lion will eat him, അല്ലെങ്കിൽ ഇവൻ സിംഹത്തെ പേടിച്ചോടേണ്ടതായിട്ട് വരും. else this man should run away from the lion. ഞാൻ പറയാം, എന്നാൽ ഇവന്റെ മേൽ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വന്നു. നമ്മളിങ്ങനെ വായിക്കുന്നത്, here we read that the Spirit of the Lord came upon him. അവന്റെ ആത്മാവ് അവന്റെ മേൽ കടന്നു വന്നപ്പോൾ അവൻ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. And we read that when the Spirit of the Lord came powerfully upon him, he tore the lion apart just like a goat. ആത്മാവ് മേൽ കടന്നു വരുമ്പോൾ ഭയം മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു. It is said that we understand that when the Spirit of the Lord comes, the fear goes away. ഞാൻ പറയാം, അവന്റെ പേടി പോയെന്ന് മാത്രമല്ല, തന്റെ നേരെ വന്ന സിംഹത്തെ അവൻ കീറിക്കളഞ്ഞു. And it is not only that his fear went away, he tore the lion,
tore lion apart. അതുപോലെ തന്നെ അതേ അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് And in verse 19 in the same chapter, ഞാൻ മുമ്പോട്ട് വിശദീകരിക്കുന്നത് അവിടെ ഇങ്ങനെയാ പറയുന്നത്, പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവൻ 30 പേരെ കൊന്ന് കടം വീട്ടിയെന്ന് കാണുന്നുണ്ട്. and it is said that the Spirit of the Lord came powerfully upon him and he killed 30 people and paid the debt. നമുക്കറിയാം ഒരാളെ നേരിടാൻ പറ്റും. One person can fight with another one ഒരു person. 2-3 പേരെ ആരോഗ്യമുള്ളവർക്ക് പറ്റിയേക്കാം. If you are very strong, you can fight with 3 people. എന്നാൽ 30 പേരുടെ മേൽ അവൻ ചെന്ന് അവരുടെ മേൽ ജയാളികളായി അവൻ അവിടെ ഒരു വിഷയം ചെയ്യുന്നതായിട്ട് കാണുകയാണ്. But here we see that one man is coming across 30 people. ഞാൻ പറയാം, ആത്മാവ് അവന്റെ മേൽ വന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. This happened only because he has the Spirit of the Lord upon him. ഞാൻ പറയാം, ഇന്ന് പൽക്കാലം ലോകം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ആത്മമണ്ഡലത്തിൽ നിനക്ക് ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ചെയ്യുവാൻ പറ്റും. Hallelujah. When the world say that you cannot do it, but when you have the Spirit of the Lord upon you, you can do it. അതിന് 15-ാം അധ്യായത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. 15-ാം അധ്യായത്തിന്റെ Chapter 15, അതിന്റെ 14-ാമത്തെ വാക്യം. verse 14. Aga- As he approached Lehi, the Philistines came to heard him shouting. The Spirit of the Lord came powerfully upon him. The ropes on his arms became like charred flax and bindings dropped from his hands. ഞാൻ പറയാം, ഇവിടെ തന്നെ തകർക്കുവാൻ വേണ്ടി ഫെലിസ്ത്യർ വരുന്ന കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. When the Philistines came to attack him, the Spirit of the Lord came upon him. അവന്റെ കയ്യിലുണ്ടായിരുന്ന ചണച്ചരടുകളെല്ലാം കരിഞ്ഞുപോയി, മാത്രമല്ല ബന്ധനങ്ങൾ ദ്രവിച്ചുപോയി. And it is said that the ropes were charred like flax and the bindings also dropped from his hands. ഞാൻ പറയാം, നിന്നെ തകർക്കുവാൻ വേണ്ടി കെട്ടിവെച്ച ബന്ധനങ്ങളും കെട്ടുകളും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ കരിഞ്ഞു പോകുന്നതാണ്. Hallelujah. The bindings that has been bound upon you to destroy you, when the Spirit of the Lord comes, it will be removed and it can be burned away. ഞാൻ പറയാം, എന്നാൽ ഈ ശിംശോന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് മേൽ വന്നതുകൊണ്ട് അവൻ ശേഷൻ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. And here we see that when Samson had the Spirit of the Lord upon him, he was different from other people. അവൻ പരാജിതനായില്ല. നമ്മൾ ഈ വായിക്കുന്ന ഭാഗം വരെ And till this verse, he was not a defeated person. ഇന്ന് പൽക്കാലം ഞാൻ പറയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുന്നവനാണെങ്കിൽ, And if you have the Spirit of the Lord upon you, നിനക്ക് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും. you can do greater things for the Lord. നിന്റെ നേരെ വരുന്ന പൈശാചിക ബന്ധനങ്ങളെ ജയാളിയാകാൻ പറ്റും. And you can defeat the evil powers that is working on you. നിനക്കെതിരെ വരുന്ന ബന്ധനങ്ങളെ നിനക്ക് ചണനൂൽ പോലെ കരിച്ചു കളയുവാൻ And സാധിക്കും. you can burn the bindings that is upon you. മാത്രമല്ല നിന്റെ നേരെ വരുന്ന ശത്രുജനത്തെ നിനക്ക് തകർക്കുവാൻ സാധിക്കും. And you can defeat your enemies which is coming against ഞാൻ ഈ you. പറയുന്ന ഒരു ഫിസിക്കൽ തലത്തിലുള്ള ജയമല്ല ഈ പറയുന്നത്. I'm not talking about the victories that is happening in the physical realm. പക്ഷേ ആത്മമണ്ഡലത്തിൽ നിന്റെ മേൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നിനക്ക് ജയാളിയാകുവാൻ പറ്റും. Hallelujah. In the spiritual realm, you can defeat every enemies that is coming up against അതുകൊണ്ട് you. പൗലോസ് പറയുന്നത് ക്രിസ്തുയേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. And that is why Paul is telling that God is a God who leads us victorious always. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെ നമുക്ക് ജയാളികളായി പോകുന്ന ശിഷ്യന്മാരെ കാണാൻ പറ്റും. And when we read Acts of Apostles, we can see that the victorious disciples. ആ പ്രതിസന്ധികൾ അവരെ പരാജയപ്പെടുത്തിയില്ല. And those situations never defeated them. അവരുടെ മുമ്പിലെ പ്രശ്നങ്ങൾ അവരെ നിരാശപ്പെടുത്തിയില്ല. And the problems before them never depressed them. പക്ഷേ അവരെ പറ്റി നമ്മൾ വായിക്കുന്നത് അവർ ജയാളികളായി എല്ലാറ്റിന്റെ മേലും നിന്നു. Hallelujah. We read that they were victorious in front of every situation in their lives. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ ഇതിലൊക്കെ ഞങ്ങൾ ക്രിസ്തുയേശുവിൽ we are more than conqueror. And we read in Romans 8 that nakedness, the famine, everything, hunger, we are more than conquerors on all these situations. ഇന്ന് ഞാൻ പറയാം, ഒരു ലോക മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കാര്യമാണ് നമ്മൾ വായിച്ചത്. And we know that these are some of the things even people of this world cannot even bear this. ഒരു വാൾ വന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകാം. Uh, റോമാലേഖനം 8-ാം അധ്യായത്തിലെ വാക്യം കൂടി എടുത്തു എങ്കിൽ Romans chapter 8 Romans chapter 8 വാക്യം 37 എടുക്കുക. 37-ാമത്തെ വാക്യം. Yeah, we are more than conquerors through him who loved us. ഓക്കെ, അതിന്റെ 35-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. 35 ഓൾസോ. Verse 35, who shall separate us from the love of Christ? Shall trouble or hardship or persecution or famine or nakedness or danger or sword?
എന്നിട്ട് പിന്നീട് നമ്മൾ വായിക്കുന്ന 38-ാം വാക്യത്തില് verse 38, I am convinced that neither death nor life, neither angels nor demons, neither the present nor the future, nor any powers, neither height nor depth, nor anything else in all ഇവിടെ creation. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മാനുഷികമായിട്ട് നമുക്ക് വഹിക്കാൻ വയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. And these are the things, humanly speaking, we cannot bear any of these. ഞാൻ പറയാം, ഉപദ്രവം വന്നാൽ കർത്താവിനെ വിട്ടേച്ചു പോകുന്നവരുണ്ട്. There are people who leave God and go when they get troubles in their lives. ആപത്തോ വാളോ വന്നാൽ അവര് തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വിട്ടിട്ട് പോകുന്നവരുണ്ട്. They leave Christ when they have danger or sword in their life. ഞാൻ പറയാം, നാച്ചുറൽ തലത്തിലുള്ള ഒരു ജീവിതം മാത്രമാണ്. This happens in the natural realm life. എന്നാൽ ഞാൻ പറയാം, സൂപ്പർ നാച്ചുറൽ തലത്തിൽ നിൽക്കുന്ന പൗലോസ് പറയുകയാണ്, ഇതിലൊന്നും എന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. I am more than conqueror. And Paul, who is living in the supernatural realm, he is saying that none of these things can conquer me. I am more than conquerors. ഇന്ന് പൽക്കാലം ഞാൻ പറയാം, ആത്മാവിന്റെ ശക്തിയാൽ ജീവിക്കുന്നവന് ലോക ജീവിതത്തിലെ പ്രതിസന്ധിയൊന്നും അവന്റെ വിഷയമാകത്തില്ല. Hallelujah. Those who are living in the spirit, these things in the world will not bother them. കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, ഞാൻ നേരത്തെ എന്റെ വിഷയത്തിലേക്ക് തിരിഞ്ഞു വരാം, അവിടെ ശിംശോന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആത്മാവ് മേൽ വന്നപ്പോൾ അവൻ ദൈവം അവനെ ഏൽപ്പിച്ച പദ്ധതികൾക്ക് വേണ്ടി അവൻ മുമ്പോട്ട് പോയത് നമ്മൾ കാണുന്നുണ്ട്. And when we read about see in the life of Samson, when he surrendered himself to the purpose of God, we can see that God's spirit comes upon him. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ ഇന്ന് പൽക്കാലം കൂടെ പറയാൻ പോകുന്നത്, ശിംശോന്റെ ജീവിതത്തിൽ അവൻ വേറൊരു മേഖലയിൽ പരാജിതനായിരുന്നു. But in Samson's life, in one area he became a failure. ഞാൻ പറയാം കാര്യം, ആത്മാവ് അവന്റെ മേൽ വരുമ്പോൾ അവൻ പുറമേ വലിയ കാര്യങ്ങൾ ചെയ്തു, തന്റെ ശക്തി കൊണ്ട് പലരെയും തോൽപ്പിച്ചു, എന്നാൽ അവന്റെ അകമേയുള്ള കാര്യത്തിൽ അവൻ പരാജിതനായിരുന്നു. But Samson, with the power of God, he did so many things outwardly, but he was not able to defeat something which was inside of him. ഞാൻ പറയാം, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പുറമേ ജയാളികളാകാൻ പറ്റും. In Christian life also you can be victorious outwardly. ഞാൻ പറയാം, അനേക സ്ഥലങ്ങൾ നമുക്ക് കീഴടക്കാൻ പറ്റും കർത്താവിന് വേണ്ടി. You can do many things for Christ, conquering many things. നിന്റെ ശുശ്രൂഷകളിൽ നീ ജയാളികളായി തീരുവാൻ പറ്റും. You can be victorious in your ministry life. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ പറയാം, വേറൊരു മേഖലയുണ്ട് ആ ശിംശോന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ മേഖല. But there is one realm which Samson was defeated. നമുക്ക് 2-3 വാക്യങ്ങൾ വായിക്കാം. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ജഡ്ജസ് ചാപ്റ്റർ 14 വേഴ്സ് 1. Samson went down to Timnah and saw there was a young Philistine woman. മതി, ഇവിടെ അത്രയും വായിച്ചാൽ മതി. ശിംശോൻ തന്റെ അകമേയുള്ള ജീവിതത്തിൽ താൻ പരാജിതനായിരുന്നു. Samson was a failure in his inward life. ദൈവത്തിന്റെ കൽപ്പനയുണ്ട് ഫെലിസ്ത്യരിൽ നിന്ന് വിവാഹം കഴിക്കരുതെന്ന്. എന്നാൽ ശിംശോന് ആത്മാവ് മേൽ വന്നെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു ജയാളിയായിരുന്നു. ലസ്റ്റ് അവനെ കീഴടക്കുവാനിടയായി. Spirit of the Lord had told that he should never marry a Philistine woman, but he was not able to overcome the lust that is in him. ഞാൻ പറയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് മേൽ വന്ന് നിനക്ക് ശക്തി തന്നാൽ നിനക്ക് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ പലപ്പോൾ നിന്റെ അകമേ നീ പരാജിതനായി പോകാം. Many of the times when the Spirit of the Lord comes upon us, we are victorious in doing outwardly things, but we fail in our inward character. ചിന്താമണ്ഡലത്തിൽ നീ ഫെയിലിയർ ആകാം. In your thought life you can become a failure. നിന്റെ ഇടപാടുകളിൽ നീ അറിയാത്ത പ്രൈവറ്റ് ലൈഫിൽ നീ ഫെയിലിയർ ആകാം. In your private life you can be a failure. ഞാൻ ഇന്ന് പലകാലം പറയുന്നത് എപ്പോഴും എല്ലാ വിഷയത്തിലും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവത്തെ പറ്റിയാണ്. But I want to talk about a God who will lead us victoriously in every aspect of our life. കർത്താവിന് വേണ്ടി മേഖലകളെ കീഴടക്കുന്നവൻ മാത്രമല്ല, God doesn't desire to have only the outward victories. എന്നാൽ മറിച്ച് കർത്താവിന് വേണ്ടി തന്റെ പ്രൈവറ്റ് ലൈഫിൽ ജയാളികളായി മറ്റുള്ളവർ അതിശയത്തോടെ നോക്കുന്ന വ്യക്തിയായി മാറുവാൻ. But God wants us to be amazement for people that even we have victory in our private life. മറ്റുള്ളവർ പരാജയപ്പെടുന്ന കോപത്തിന്റെ മേഖലകളിൽ ശത്രുവിനെ സ്നേഹിക്കുവാൻ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നീ ഒരു വ്യത്യസ്തനായി മാറണമെങ്കിൽ അകത്തൊരു ജയം നിനക്ക് ആവശ്യമുണ്ട്. If you want to be a different person in your inward life, you need to have the victory inside in our inner man.
man. ഇനി ഞാൻ 2-3 വാക്യങ്ങൾ വായിക്കാം. 16-ാം അധ്യായം ചാപ്റ്റർ 16 വേഴ്സ് 1 കൂടെ ഒന്ന് വായിച്ചേ. Chapter 16 verse 1 says like this: one day Samson went to Gaza, where he saw a prostitute. മതി, ഇങ്ങനെ വായിക്കുന്ന 16-1 താൻ ഗസയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു വേശ്യയെ കണ്ടു. Here it is said that he met a prostitute there. ഞാൻ പറയാം, അവൻ പുറമേ ജയാളിയായിരുന്നെങ്കിലും Even though he was victorious in outwardly, എന്നാൽ അവൻ അകമേയുള്ള ജീവിതത്തിൽ അവൻ പരാജിതനായിരുന്നു. he failed in his inward life. ഇന്ന് പൽക്കാലം എനിക്ക് പറയാനുള്ള ദൂതെന്ന് പറയുന്നത് എല്ലാറ്റിലും ജയം നൽകുന്ന ഒരു കർത്താവിനെ പറ്റി പറയാനാണ്. Hallelujah. I want to talk about a God who will give us victory in all our areas. ലോകം കാണുന്ന മേഖലകളിൽ നീ ജയാളിയായിരിക്കാം. You might be victorious in your outward things. സിംഹം നിന്റെ മേൽ അടുത്ത് വരുന്നത് കണ്ടപ്പോൾ നീ അതിനെ കീറിക്കളഞ്ഞേക്കാം. When lion comes closer to you, you might tear them apart. എന്നാൽ ലോകം കാണാത്ത ചില മേഖലകളിൽ നിന്നെ ജയാളിയാക്കുന്ന ദൈവാത്മാവിന്റെ ഒരു ശക്തിയെ പറ്റി പറയുവാനാണ് ഞാൻ വരുന്നത്. Oh, but there is an area which the world cannot see, but God wants to lead you to victory even in that life. അതിന്റെ 16-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കാം. The 4th verse says like this: sometime later he fell in love with a woman in the valley of Sorek whose name was Delilah. ദലീല എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് വീണ്ടും അവൻ പോകുന്നത് കാണാൻ സാധിക്കും. And here he goes to another woman named Delilah. ഞാൻ ഇന്ന് പൽക്കാലം പറയാം, ചില ദൈവാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ we can be victorious in our external life and we can do something great for the Lord, but sometimes we can be failure in our personal life. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഫെയിലിയർ ആവാം, പക്ഷെ ഔട്ട്വേർഡ് പുറമേ ഉള്ള കാര്യങ്ങൾ നമ്മൾ ജയാളികളായിരിക്കും. സിസ്റ്റർ മലയാളത്തിലാണ് പറഞ്ഞത്, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോളൂ. ഓക്കെ. ആ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്റേണൽ ലൈഫിന് എക്സ്റ്റേണൽ ലൈഫിന് വേണ്ടി മാത്രമല്ല, ഇന്റേണൽ ലൈഫിന് വേണ്ടി കൂടിയുള്ളതാണ്. Hallelujah. When the Spirit of the Lord comes on us, it is not only for our outward life or external life, it is also for our inner being. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ദേശത്ത് അനേകരുടെ മധ്യത്തിൽ നിനക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാം, നിനക്ക് ജയാളിയായി നിൽക്കാം. എന്നാൽ നിന്റെ ജീവിതം ചേഞ്ച് ആകുമ്പോൾ, നിന്റെ ഇന്നർ ലൈഫ് ചേഞ്ച് ആകുമ്പോൾ, ഞാൻ പറയാം, നീ ഒരു വ്യത്യസ്തനായ മനുഷ്യനാകും. And you can be a different person only when your inner man changes. ഞാൻ പറയാം, കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഔട്ട്സൈഡ് നീ ചെയ്യുന്ന ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവ് മേൽ വരുമ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അനേകരുടെ മുമ്പിൽ നിന്നെ കാണിക്കും, ഇവനൊരു ദൈവമകനാണെന്ന് കാണിക്കും. When you do ministry and all, many people might see you. എന്നാൽ ഞാൻ പറയാം, നിനക്ക് അങ്ങനെ ഒരു കൃപ ലഭിച്ചില്ല. നിന്റെ അകത്തെ ജീവിതത്തിൽ ജയാളിയാകുവാൻ പറ്റിയാൽ ചുറ്റുപാടുമുള്ളവർ നോക്കിയിട്ട് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവൻ വ്യത്യസ്തനായ വ്യക്തിയാണെന്ന് പറയും. But if you are a man with an inward victory, inward man is a victorious person, the people around you will tell that this man is a different person. പുതിയ നിയമത്തിന്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് കർത്താവ് തന്ന കൽപ്പനകളൊക്കെ ഒന്ന് വായിച്ചാൽ ഞാൻ പറയാം, നാച്ചുറൽ മേന് ചെയ്യാൻ പറ്റാത്ത കൽപ്പനകളാണ്. And when we see the commandments of the Lord in the New Testament, these things we cannot do with our natural ability. ചിലത് നമുക്ക് നമ്മുടെ മാനുഷിക കഴിവ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. Some of the things we can do with our human ability. ഞാൻ കണ്ടിട്ടുണ്ട്, സിഗരറ്റ് വലിച്ച് നാളുകൾ ജീവിച്ച വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. സിഗരറ്റ് വലിച്ച് Okay, I have seen people who smoke regularly, living victoriously. സിഗരറ്റ് വലിച്ച് ജീവിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. Okay, I have seen people smoke regularly. അവരുടെ ആഗ്രഹമുണ്ട്, ഉള്ളില് ഇത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. They have the desire that I should stop smoking. അതുപോലെ തന്നെ ഡ്രങ്ക് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നിർത്തണമെന്ന് ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്. I have seen people, those who are drunkards, but they want to stop drinking. ചില റെഗുലർ ആയിട്ട് സിനിമ കാണുന്നവരുണ്ട്, തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിലും കാണാതിരിക്കാൻ പറ്റാതെ അഡിക്ഷൻ ആകുന്നവരുണ്ട്. Some people are addicted to cinemas, they want to stop it, but they are not able to stop it. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ കാണുന്ന സമയമാകുമ്പോൾ എല്ലാം അടച്ചിട്ടേച്ച് പോയി സീരിയൽ കാണാൻ ഇരിക്കുന്നവരുണ്ട്, മാറ്റാൻ പറ്റുന്നില്ല. Some of them are very addicted to dramas. Then when the time of dramas come, they stop everything and go and sit in front of the TV. ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാം, ഇന്ന് പൽക്കാലം ചില ആൾക്കാരുണ്ട്, നമ്മൾ വചനം പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്, ശത്രുവിനെ, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതാണ്, ശത്രുവിനെ എന്ത് ചെയ്യണം?
സ്നേഹിക്കണമെന്ന് വചനം പറയുന്നു. And the Bible says that yesterday night also I said that we need to love our enemies. ഞാൻ പറയാം, ശത്രുവിനെ സ്നേഹിക്കാൻ നാച്ചുറൽ റലത്തിൽ ഒരു മനുഷ്യനും സാധിക്കത്തില്ല. But in a natural realm, none of us can love an enemy. ശത്രുവിനെ നമുക്ക് വേണേൽ ക്ഷമിക്കാൻ പറ്റും. അതൊരു നാച്ചുറൽ റലത്തിൽ ചില വിൽ പവർ കൂടിയ വ്യക്തികൾക്ക് വേണേൽ ശത്രുവിനോട് ക്ഷമിക്കാൻ പറ്റും. Those who have a very good willpower, they can sometimes forgive the enemies. ഞാൻ പറയാം, അതുപോലെ തന്നെ ഇച്ചിരി വിൽ പവർ ഉള്ളവർക്ക് കുറച്ച് നാളത്തേക്ക് വേണേ ഇവരുടെ ഈ ക്യാരക്ടറൊക്കെ മാറ്റിവെക്കാൻ പറ്റും. If you have willpower, you can even change your character a little bit. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യന്റെ ശക്തിക്കൊരു ലിമിറ്റ് ഉണ്ട്. But I want to tell you again that there is always a limit for the human എന്നാൽ ഞാൻ പറയാം, ability. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ശക്തി നിന്റെ മേൽ വന്നാൽ നീ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് മാറും. But when you have the Spirit of the Lord upon you, you will be a different person. നിന്റെ എല്ലാ അഡിക്ഷനും നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കും പരിഹാരം ക്രിസ്തുയേശുവിൽ മാത്രമേ ഉള്ളൂ. Hallelujah. The solution for all your addictions and all your problems is Jesus Christ alone. മാനുഷിക ശക്തി ദുർബലമാകുമ്പോൾ, മാനുഷിക കഴിവ് ശക്തിയില്ലാത്തതാകുമ്പോൾ, ഇന്ന് പൽക്കാലം പറയാം, ദൈവാത്മാവിന്റെ ശക്തി നിന്നെ ജയാളിയാക്കി മാറ്റും. Hallelujah. When the human abilities diminishes, the Spirit of the Lord enables you to come up. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എപ്പോഴും ജയാളികളായി നിൽക്കണമെന്നുള്ളത്? How many of you desire to be victorious always in your life? ഞാൻ പറയാം, നിന്റെ ജീവിതത്തിലെ ചേഞ്ച് കണ്ടുകൊണ്ട് നിന്റെ കൂട്ടുകാർ നിന്നോട് ചോദിക്കും, ഇവൻ വ്യത്യസ്തനായല്ലോ എന്ന്. Hallelujah. When the friends see the changes in you, they might say that, you have become a different person. നമ്മൾ കഴിഞ്ഞ രാത്രി നമ്മൾ പറഞ്ഞിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നാമത് നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് അവരുടെ ശുശ്രൂഷയുടെ തലം മാറി. And we see in Acts chapter 2 that when the Spirit of the Lord came upon them, the ministry level changed. ഞാൻ പറയാം, ആത്മാവിൽ നിറഞ്ഞവര് പത്രോസും 11 പേരും നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാനിടയായി. And when Peter and the other disciples preached, the others, those who heard, they had a prick in their heart. ഞാൻ പറയാം, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വരുമ്പോൾ അവർ കർത്താവിന് വേണ്ടി വലിയവ ചെയ്യുന്നവരായി മാറും. And when the Spirit of the Lord came upon them, they started doing big things. അവർക്ക് ദൈവം അസാമാന്യമായ ധൈര്യം കൊടുക്കും. And God gave them supernatural boldness. എന്നാൽ ദൈവസഭയിലായിരിക്കുന്ന ഒരു വിശ്വാസിയോട് ഞാൻ പറയാം, ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അകമേ ഒരു ജയാളികളാകണം. Hallelujah. But what God desires from us, for those who come to the church, is that we need to be victorious in our inward being. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. In Romans chapter 8 we read a verse that what is the purpose of God in our lives. അതിന്റെ 29-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. Verse 29 reads like this. ഇങ്ങനെ അതിന്റെ അകത്ത് 2-ാം ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. And he has predestined us to be conformed to the image of his son. ഞാൻ പറയാം, അടുത്തിടയ്ക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ എന്നെ നിയമിച്ചിരിക്കുന്നത് പറ. Shake the hand the person sitting next to you and say that God has predestined us to be like his son, to become like his son. ഞാൻ പറയാം, കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാം. In the Christian life we can do big things. outside for the word of God, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. On the outset we can do big things for the Lord. എന്നാൽ നമ്മളുടെ ജീവിതം നാൾക്കുനാൾ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ശുശ്രൂഷ നമ്മുടെ ഹൃദയത്തിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. Hallelujah. But when we become conformed to the image of the Son of God, different realm of ministry will come out of from us. ഞാൻ പറയാം, പലരും നിന്നെ നോക്കിയിട്ട് പറയും, പഴയ വ്യക്തിയല്ലല്ലോ നീ എന്ന് നിന്നെ നോക്കി പറയുമ്പോൾ നിനക്കെന്താ വ്യത്യാസത്തിന്റെ കാരണമെന്ന് ചോദിക്കുന്നത് സുവിശേഷ വേലയുടെ മറ്റൊരു തലമാണ്. Hallelujah. When people ask you that you are a different person, it is another realm of the ministry. ഞാൻ പറയാം, പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ ഞാൻ പറയാം, ഒന്നാമത് ഞാൻ പറഞ്ഞു ആത്മാവ് മേൽ വരുമ്പോൾ അവരുടെ മേൽ ഒരു ശക്തി വ്യാപരിക്കുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. I said that when the Spirit of the Lord will come upon them,
ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നതുകൊണ്ട് ദൈവത്തിന് വേണ്ടി വലിയവൻ ചെയ്തു. When the Spirit of the Lord came upon Samson, he did big things for the Lord. ഞാൻ പറയാം, എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരിക മാത്രമല്ല, അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. Hallelujah. But here Paul in Ephesians says that it is not only on the outside, the Spirit of the Lord should work inside of us and we should be strengthened inside. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Ephesians 3 verse 16 reads like this. അങ്ങനെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. He may strengthen you with power through his Spirit in your inner being. ഞാൻ പറയാം, പുറമേയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ടാൽ ദൈവത്തിന് വേണ്ടി വലിയവ ചെയ്യാം. When our outer being strengthens, we can do big things for the Lord. എന്നാൽ നിന്റെ ഉള്ളിലുള്ള മനുഷ്യൻ, അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ടാൽ നിന്റെ ജീവിതം രൂപാന്തരപ്പെടുകയാണ്. But when your inner being is strengthened, your life itself is transformed. അതിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. We read in verse 20 that according to his power that is working within us. ഞാൻ പറയാം, ദൈവമക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്നവരാണ്. And the Spirit of the Lord dwells in each one of us. എന്നാൽ പലപ്പോഴും നമുക്ക് ലഭിച്ച പ്രൊവിഷൻസ് അറിയാത്തത് കൊണ്ട് പരാജിതരായി ജീവിക്കുക. But we are not understanding the power that is in us, so we are failures or we are defeated. പിശാച് നമ്മളോട് വന്ന് പറയും, നിനക്കൊരിക്കലും ഈ സ്വഭാവത്തിൽ നിന്ന് മാറ്റമില്ല, നീ ഇവിടെ കിടന്ന് നിന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് പൽക്കാലം പറയണം, എന്റെ അകമേ ഒരു ശക്തി ദൈവം പകർന്നിട്ടുണ്ട്. Hallelujah. When Satan comes and tells you that you cannot come out of this addiction, you need to tell Satan that I can come out of all this by the power that is working in me. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് പുറമേ നമുക്ക് ശക്തി നൽകും. The Holy Spirit will strengthen us outwardly. പരിശുദ്ധാത്മാവ് അകത്തെയുള്ള ശക്തിയായി അവൻ ബലപ്പെടുത്തുന്ന ദൈവമാണ്. Hallelujah. But he also strengthens us. അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. When we read Ephesians chapter 6, അതിനകത്ത് ഇങ്ങനെ വായിക്കുന്ന അതിന്റെ 10-ാം വാക്യത്തില്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. and it is written that finally be strong in the Lord and in his mighty power. ഞാൻ പറഞ്ഞ കർത്താവിന്റെ ശക്തിയിൽ ശക്തിപ്പെടാതെ ഒരു ക്രിസ്തീയ ജീവിതം ജയജീവൻ നയിക്കാൻ പറ്റത്തില്ല. And if you do not depend upon the power of the Lord, you cannot lead a victorious life. എഫേസ്യ ലേഖനം തുടങ്ങുന്നത് നമ്മളെ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നതാണ്. Ephesians starts saying that he has seated us in the heavenly ഞാൻ realms. പറയാം, അവിടെ പറയുന്നുണ്ട് നമ്മുടെ മേൽ മറിഞ്ഞു കിടന്നിരുന്ന മർമ്മം എന്താണെന്ന് പറയുന്നുണ്ട്. And it is also talking about the mystery that is hidden in പക്ഷേ us. പൗലോസ് അവസാനം വന്നപ്പോൾ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുത്തുവീൻ. Hallelujah. But at the end, Paul is telling that we need to come under the mighty power of God. നീ പൊസിഷനലി നീ ചിലപ്പോൾ സ്വർഗ്ഗത്തിലായിരിക്കാം ഇരിക്കുന്നത്. You might be seated in the heavenly realms. എന്നാൽ ഞാൻ പറയാം, ശക്തി ലഭിക്കാതെ നിനക്കൊരു ജയജീവിതം ഭൂമിയിൽ സാധ്യമല്ല. But on this earth, without the power of God, you cannot lead a victorious life. 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ജാതികൾ നടക്കുന്ന വ്യർത്ഥബുദ്ധി പോലെ നിങ്ങൾ നടക്കരുത്. 17-ാം വാക്യം. Chapter 4 verse 17 say that do not walk like people of this world. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ മാനുഷിക ശക്തി കൊണ്ട് പറ്റത്തില്ല, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. If you do not want to walk like Gentiles, you cannot do with your human ability. You need the power from above. ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് മുകളിൽ നിന്ന് ലഭിക്കുന്നത് നിന്റെ ഹൃദയത്തിന്റെ ആഴത്തേക്ക് കയറിയാൽ നീ രൂപാന്തരപ്പെടുന്നവനായി മാറും. Hallelujah. When the Spirit of the Lord comes deep into your heart, your life will get transformed. ഇന്നലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ പറയട്ടെ, നിങ്ങൾ ഹല്ലേലൂയ മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിവീൻ കണ്ടെത്തും എന്നുള്ള വചനപ്രകാരം ആഗ്രഹമുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. Hallelujah. As the word of God says, seek and you will find, knock and the door will be open to you. If you have the desire, God is able to fill you today. ഇന്ന് പൽക്കാലം നിന്റെ പരാജയത്തെ നോക്കി നീ നിലവിളിക്കുവാനല്ല, ജയാളിയാക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കി ശക്തി പ്രാപിക്കുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. Hallelujah. Do not cry over your failure. Start looking to Jesus who can lead you victoriously. ഈ 4-ാം അധ്യായം എഫേസ്യ ലേഖനം വായിച്ചാൽ, പിശാചിന് ഇടം കൊടുക്കരുത്, കോപിക്കുമ്പോൾ അവസാന സൂര്യാസ്തമനം വരെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുതെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നാച്ചുറൽ തലത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. In the natural realm, it might be difficult when we are angry. Do not sin all that. To do all that, it is difficult in our natural realm. നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരണമെന്ന് പറയുന്നത്
പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. Do not speak anything which is not good. It might be difficult in our natural realm. കയ്പും കോപവും ക്രോധവും ആക്രോശവും മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നാച്ചുറൽ റെലമിൽ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കാം. And you should remove all the bitterness and anger from your life. It might be difficult in your natural realm. ഞാൻ പറയാം, ദൈവവചനം പറയുന്ന ക്രിസ്തീയ ജീവിതം വളരെ ഈസി ആയിട്ടുള്ള ക്രിസ്തീയ ജീവിതമാണ്. But word of God says that Christian life is an easy life. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവാണെന്ന് കർത്താവ് പറഞ്ഞത്. Jesus said that my yoke is light and easy to carry. പിശാച് പറയും നിന്റെ ജയജീവിതം നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ന് പൽക്കാലം ഞാൻ ദൈവവചനം വെച്ചിട്ട് പറയാം, നിന്നെ ജയാളിയാക്കി നടത്തുവാൻ ശക്തി പകരുന്ന ഒരുവനുണ്ട്. Hallelujah. When Satan says that you cannot lead a victorious life, but this morning I want to tell that the word of God says that you can lead a victorious life through the power of God. ഇവിടെ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നത് അറിയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. And Spirit of the Lord wants you to know that you are the same power that raised Jesus Christ from the dead. പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയമായ ഡിവൈൻ പവർ ഇല്ലാതെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല. Hallelujah. None of us can lead a victorious life without the power from above. നിനക്ക് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നതായിരിക്കാം. Holy Spirit might have come upon you. ഇന്ന് പൽക്കാലം പറയുകയാണ്, നിന്റെ അകത്തെ ആത്മാവിൽ അകത്തെ ശക്തി പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ദൂത് പറയുകയാണ്. Hallelujah. Spirit of the Lord is telling you this morning that receive the power from this Holy Spirit. ക്രിസ്തീയ ജീവിതം ഞാൻ പറയാം പുറമേ ചില കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, നിന്റെ ജീവിതത്തിലെ രൂപാന്തരം വരുത്തുന്നതാണ്. Hallelujah. Christian life is not only the outward things, but you need to get transformed from your inner being. ഞാൻ പറയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർ കാണുമ്പോൾ ഇവൻ വ്യത്യസ്തനാണെന്ന് പറയണമെങ്കിൽ നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. Hallelujah. People should say that you are a different person, then the Spirit should work inside of you. യേശു കർത്താവ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ തരുന്നവനാണ് അവന്. And Jesus said that God will give you Holy Spirit without measure. ഇന്ന് നിന്റെ ശക്തിയോട് നീ പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തോട് പറ, കർത്താവേ, send the Holy Spirit inside me so that I want to be a victorious life. Hallelujah. If you think that you are a defeated person, say this morning that Holy Spirit come upon me so I can lead a victorious life. അവൻ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ മതിയായവനാണ്. And he is able to transform your life. ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ പോകുന്ന കാര്യം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എഫേർട്ട്ലെസ് ക്രിസ്ത്യൻ ലൈഫാണ്. I want to stress and tell again that Christian life is an effortless It life. is a depends upon the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. And it should be filled with the Holy Spirit. ഇമ്പോസിബിലിറ്റിയെ പോസിബിലിറ്റി ആക്കുന്നതാണ് ക്രിസ്തീയ And ജീവിതം. he can turn impossibilities to അതിന്റെ possibilities. പിമ്പിൽ പ്രവർത്തിക്കുന്നത് മാനുഷിക ശക്തിയല്ല, ദൈവാത്മാവിന്റെ ശക്തിയാണ്. It is not the human power which works behind it, it is the power of God. നരഭോജികളെ നരസ്നേഹികളാക്കുവാൻ ലോകത്തിന് കഴിയത്തില്ല. World cannot turn a carnal man into നിന്റെ കോപം മാറ്റുവാൻ ലോകത്തിലെ യാതൊരു ശാസ്ത്രത്തിനും പറ്റത്തില്ല. world cannot turn your anger to a good person. നിന്റെ അഡിക്ഷനെ മാറ്റുവാൻ വേണ്ടി വേണമെങ്കിൽ നിനക്ക് അഡിക്ഷൻ സെന്ററിൽ പോകാം, പിന്നീട് നീ അത് തന്നെ ചെയ്തേക്കാം. You can go to a de-addiction center, but then again you can become ഞാൻ ഒരു കാര്യം addicted. പറയുന്നാൽ ഇന്ന് പൽക്കാലം സകലത്തിന്റെ മേലും ജയാളിയാക്കുന്ന ഒരുവനുണ്ട്, നിന്റെ ജീവിതത്തെ അടിമുടി രൂപാന്തരപ്പെടുത്തുന്ന ഒരുവനുണ്ട്. But this morning I want to tell you that there is a power which can change you inside out from head to toe. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വേദഭാഗം കൂടെ വായിക്കട്ടെ. പത്രോസിന്റെ ലേഖനം I would like to read 2 Peter chapter 1. I would like to read a verse before stopping. 2 Peter chapter 1. അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. Verse 3 and 4 reads like this. His divine power has given us everything we need. അവിടെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാമോ? അവന്റെ ദിവ്യശക്തി. എല്ലാവരും ഒന്ന് കരം കൊടുത്ത് പറഞ്ഞേ, ഡിവൈൻ പവർ എന്നൊന്ന് പറഞ്ഞേ. Give hand, yeah. എങ്ങനെയാ വചനം എഴുതിയിരിക്കുന്നത് നോക്കുക. അവന്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നുവല്ലോ. It is said that his divine power has freely given us everything for our godly life. മലയാളത്തിൽ ഇരിക്കുന്നത് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്നാണ്. And in Malayalam it is said that it is given as a free gift. Yeah. ഞാൻ പറയാം, ഇന്ന് പലകാലം പറയാൻ ഡിവൈൻ പവർ ഒരു ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. And this divine power is given to us as a free gift. എന്തിനു വേണ്ടിയാണെന്നറിയോ? ജീവനും ഭക്തിക്കും വേണ്ടുന്നത്. നീ ഈ ലോകത്തിൽ ദൈവത്തിന്റെ
ദൈവത്തിന്റെ മകനായി ജീവിക്കുന്നതിനും നീ ഗോഡ്ലി പേഴ്സൺ ആയിട്ട് ജീവിക്കുന്നതിനും വേണ്ടുന്ന എല്ലാ ഡിവൈൻ പവറും നിനക്ക് നൽകിയിട്ടുണ്ട്. And it says that God has given this divine power to become a godly child. Whatever you need in your spiritual realm, God has already അതിന്റെ provided 4-ാം all വാക്യത്തിൽ that. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. Fourth verse read like this. ഇങ്ങനെ വായിക്കുന്നു, ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് And through this you can escape the corruption in the world. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, എന്താണ്? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. So that you may participate in the divine nature. ഞാൻ പറയാം, partakers of the divine nature. Partakers of the divine nature. പറയാൻ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ദൈവം തന്നിരിക്കുന്നത് അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാനാണ്. Hallelujah, it is a free gift from God that we will be partakers of this divine അവന്റെ nature. നേച്ചർ നമ്മളിലേക്ക് കടന്നു വരുവാനാണ്. And this character will come to us. ഇത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. This is impossible with our human എന്നാൽ ability. ബൈ ദൈവത്താലെല്ലാം സാധ്യമാണ്. But by God everything is possible. നിങ്ങൾ എത്ര പേര് താഴ്മയുള്ള ഒരു വ്യക്തിയായി തീരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? How many of you want to become a person with humility? ഇന്നലെ രാത്രി കേട്ടതുപോലെ സൂപ്പർ നാച്ചുറൽ ഫോർഗീവ്നെസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? How many of you want to supernaturally forgive? ഞാൻ പറയാം, യേശു കർത്താവ് ക്ഷമിച്ചതുപോലെ. ഞാൻ പറയുന്ന വാക്യം ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയുകയാണ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കഴിഞ്ഞ് അവൻ മരിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ വചനം വായിക്കുന്നത്, അവൻ ആത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് താൻ ഇങ്ങനെ പറയുന്ന ഒരു വാക്കുണ്ട്. Here we see that Stephen, when he was stoned before his death, he looks to the heaven and says like this. ഇവനോ കർത്താവേ, ഇവർ അറിയാത്തത് ചെയ്യുന്നതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. They forgive them for they do ഇവരുടെ not പാപം know. ഇവരോട് പൊറുക്കണമേ. Forgive them for they do not know what they are doing. ഇമ്പോസിബിലിറ്റി പോസിബിലിറ്റി ആക്കുന്ന ഒരു ദൈവമുണ്ട്. God is a God who makes impossibilities to possibilities. സൂപ്പർ നാച്ചുറൽ ഫോർഗീവ്നെസ് നിന്റെ ജീവിതത്തിൽ തരുന്ന ഒരു ദൈവമുണ്ട്. Hallelujah, God can give supernatural forgiving power. ഞാൻ മറക്കാമെങ്കിലും ക്ഷമിക്കുക എന്ന് പറയുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോർഗീവ്നെസ് തരുന്ന ഒരു ദൈവമുണ്ട്. Hallelujah, if you think that there is something which you cannot forgive or forget, God can supernaturally enable you to forgive that. ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറലി മാത്രമേ സാധിക്കത്തുള്ളൂ. Hallelujah, when you need to feed your enemy, it can only be possible through the supernatural power. ഞാൻ പറയട്ടെ, ഒരു അനുഭവം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. One more experience I want to tell. നാട്ടിലുണ്ടായ ഒരു അനുഭവമാണ്. This is something what happened in ഒരു Kerala. ദൈവമാന്റെ വീടിന്റെ അടുത്ത് നമ്മുടെ ഇവിടുത്തെ ഞാൻ ലൈവാണ് പറയുന്നില്ല, ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ ആ ദൈവദാസന്റെ കുടുംബത്തിന്റെ അടുത്തുണ്ടായിരുന്നു. There was one of our brethren and somebody who was creating a lot of problems was staying next door. എപ്പോൾ ഇദ്ദേഹം പോയാലും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. Whenever he goes there, that other family used to create a lot of problems. എപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ ഈ ദൈവദാസനൊന്നും മിണ്ടാറില്ല. But then this man of God never used to tell anything. എന്നാൽ ഒരിക്കൽ ഈ വ്യക്തിക്ക് അടുത്ത വീട്ടിലെ വ്യക്തി ഒരു ദിവസം ബൈക്കിൽ പോയി റോഡിൽ വീണ് വലിയ പ്രശ്നമുണ്ടായി വീട്ടിൽ കിടക്കുമ്പോൾ ഈ ദൈവദാസൻ കയറി ചെന്നു. Once this other person fell down from the bike and he was lying down on his bed at his home, and this man of God went to എല്ലാവരും വന്ന് കണ്ടിട്ടും നോക്കിയിട്ടും പോയപ്പോൾ ഈ ദൈവദാസൻ അവർക്ക് വേണ്ടുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാൻ തുടങ്ങി. And when everyone came, just saw him and went, this man of God started cooking food for them and gave. അവസാനം ഈ വ്യക്തി ഈ ദൈവദാസന് പറയുക, ഞാൻ പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. But this man started saying that I have seen many people, but then I have not seen such a person anywhere in my life. ഞാൻ വീണപ്പോൾ എന്റെ ശത്രുക്കൾ പലരും സന്തോഷിച്ചിട്ടുണ്ട്, അവൻ അങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. When I fell down, my enemies enjoyed. They saying that this is what എന്നാൽ should happen. നിങ്ങൾ എനിക്ക് ഭക്ഷണം കൊടുത്തതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് വ്യത്യസ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Hallelujah. But when you gave me food, I understand that the one who is staying inside of you, one you have inside of you is a different. ഇന്ന് വൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ചില പ്രവർത്തികൾ അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും? Hallelujah. How many of you believe that some of our deeds will bring people to Christ? ഞാൻ പറയാം, നിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവം തരുന്ന ശക്തിയിൽ നീ ചിലത് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, അവിടെ നിനക്ക് ദൈവം ചിലരെ നിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. When you in the supernatural realm, when you work something, people, God will bring people close to you. ഞാൻ ഇന്ന് പൽക്കാലം പറയട്ടെ, ദൈവത്തിന്റെ ശക്തി നമുക്ക്
വേണ്ടിയുള്ളതാണ്. This morning I want to tell you that Spirit of the Lord, this power is for you. ഞാൻ പറയാം, നിന്നെ പുറമേ നിന്നെ ശക്തനാക്കും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി. God will enable you outwardly for the ministry. ഞാൻ പറയാം, അതുപോലെ തന്നെ നിന്റെ അകമേ നിന്നെ ശക്തിപ്പെടുത്തി ദൈവത്തിന്റെ ഭക്തനായി ലോകത്തിന് മുമ്പിൽ നിൽക്കുവാൻ നിന്നെ സഹായിക്കും. But God will also enable you to be a saint and be a godly person in front of others. എപ്പോഴും ജയോത്സവം നടത്തുക എന്ന് പറഞ്ഞാൽ പുറമേയും അകമേയും നീ ജയാളിയാകും. Hallelujah. To be victorious always means it should be victorious outside and inside. നിന്റെ ശക്തി കൊണ്ട് സാധിക്കത്തില്ലെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ ആത്മാർത്ഥ ഹൃദയത്തോടെ ആഗ്രഹിക്കുന്നവന്റെ മേല് ഈ ശക്തി പകർന്നു കൊടുക്കുന്ന ദൈവമാണ്. Though it might not be possible with your ability, with God's power you can do this. നാളുകളായി നിന്നെ ശത്രുവായി കണ്ട് നിന്നെ എതിർക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് പകൽ ഞാൻ ദൂതായിട്ട് പറയട്ടെ, നിന്റെ ക്യാരക്ടറിലെ ചേഞ്ച് അവനെ രൂപാന്തരപ്പെടുത്താൻ മതിയായതാ. Hallelujah. Some of you might be thinking you as an enemy, but your character change will bring them close to you, close ചില to ആൾക്കാരെ Christ. കണ്ടിട്ടുണ്ട്, ഭാര്യമാർ വിശ്വാസത്തിൽ വന്ന ഭർത്താക്കന്മാരെ പുച്ഛമാണ്. When some of the wives, when they come to the Lord, when the husbands are not in the Lord, they might be not very respecting the husbands. ഞാൻ പറയാം, ചില സാഹചര്യങ്ങളിൽ ബന്ധുക്കളെ എല്ലാം പുച്ഛമായിട്ട് കാണാറുണ്ട്. Sometimes we consider the relatives who are not in the Lord as somebody outside or. ചിലപ്പോൾ ഇന്ന് പൽക്കാലം ഞാൻ പറയാം, ദൈവത്തിന്റെ ആത്മാവ് ചില പ്രത്യേക കൃപ നമുക്ക് തരുവാൻ മതിയായവനാണ്. അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും നിന്റെ ജീവിതത്തിലെ വ്യത്യാസം അവരെ രൂപാന്തരപ്പെടുത്താൻ മതിയായതാണ്. But this morning God can give you the ability to love them and the changes in you will transform them. പൗലോസ് പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവിടെ ഒനേസിമോസ് എന്നൊരു ജയിലിൽ തന്റെ കൂടെ കിടന്ന വ്യക്തി വിശ്വാസത്തിൽ വന്നപ്പോൾ താൻ അവനെ പറഞ്ഞു വിട്ടേച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഫിലിപ്പിയർക്കല്ല, ലേഖനത്തിൽ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഫിലമോന്റെ ലേഖനത്തില ഫിലമോനോട് പറയുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പകരക്കാരനായി നിന്നുകൊള്ളാം. And we read in the book of Philemon that when Paul was in the prison, there was a man named Onesimus. So through love, he got him, and he writes to Philemon that if this guy is indebted to you in any ways, I will come and give it to you. ഞാൻ പറയാം, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുമ്പോൾ ഞാൻ പറയാം കരുണയുള്ളവനായിട്ട് മാറും. And when you have the Spirit of the Lord inside of you, you will be a person with a mercy inside. പൗലോസിന്റെ ഹൃദയം യേശു കർത്താവിന്റെ ഹൃദയം പോലെയായിരുന്നു. And Paul's heart was a very compassionate heart like Jesus. അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതേ ദിവ്യ ശക്തി നമ്മുടെ ഉള്ളിൽ ആവസിക്കുമ്പോൾ, ആ ഡിവൈൻ നേച്ചർ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ കരുണയുള്ളവരാകും. And when we have the divine nature of Jesus who gave us life for many, when that divine nature is in us, we will also become a compassionate person. ദൈവം നമുക്ക് പരോപകാരത്തിനുള്ള ഗിഫ്റ്റ് തരുന്ന ദൈവമാണ്. And God is a God who will give us a gift to help നാച്ചുറൽ others. തലമിൽ നമ്മൾ ചിലപ്പോൾ 100 രൂപ നമ്മുടെ കയ്യിലുള്ളപ്പം ചിലപ്പോൾ 20 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ നാച്ചുറൽ തലമില്. In natural realm we might be having only 100 rupees and we might be thinking that I will give only 20 rupees. എന്നാൽ കർത്താവിന്റെ നേച്ചർ നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് ഉത്തേജിപ്പിക്കുമ്പോൾ നീ അറിയാതെ നിന്റെ ഭാവി നോക്കാതെ നിന്റെ കരം വെച്ച് നീ അവന് കൊടുക്കും. Hallelujah. But when you have the Spirit of the Lord in you, you will not even see what you have, but you will start helping others beyond what you ക്രിസ്തീയ can. ജീവിതം എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ് ആണ്. And Christian life is a different life. ഞാൻ പറയാം, ശേഷം മനുഷ്യരെ പോലെയല്ല നമ്മള്. And we are not like other people. നമുക്കൊരു ശക്തി ദൈവത്തിന്റെ ആത്മാവ് തരുന്നതാണ്. And God will give us this power. നമ്മുടെ പുറമേയും അകമേയും നമ്മളെ ശക്തി കൊണ്ട് നിറച്ച് ദൈവത്തിന് വേണ്ടി അവന്റെ പർപ്പസ് പൂർത്തീകരിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. Hallelujah. God will give us this power so that we will fulfill this purpose. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. I want to close my words. Let us all close our eyes. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. Let us all close our eyes. ആത്മാർത്ഥ ഹൃദയത്തോടെ പറഞ്ഞാട്ടെ, I want this life, Lord. Say with a true heart. Say that, Lord, I want this life. ഇന്ന് പകൽക്കാലം അത് തരുവാൻ മതിയായ ദൈവമാണ്. And God is able to give that to you today. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദാഹിക്കുന്നവർക്ക് ഹല്ലേലൂയ നിറച്ചു കൊടുക്കുന്ന ദൈവമാണ്. And as I said, those who are thirsty, God will fill them. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കാതിനെ ഞാൻ നിറയ്ക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം നമുക്ക് വേണ്ടിയുണ്ട്. And there is a promise to us that open your mouth wide and He will fill ഇന്ന് that. പകൽക്കാലം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മളെ തന്നെ പരമേൽപ്പിക്കാം. And let us surrender our lives to this transforming power of God. 2025 ഇയർ ഓഫ് സൂപ്പർ നാച്ചുറലായി മാറട്ടെ. Hallelujah. Let this 2025 become a year of supernatural നിന്നെ things. നോക്കി നീ വ്യത്യസ്തനാണെന്ന് പറയത്തക്ക നിലയിലായി തീരുവാൻ ദൈവം
കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Hallelujah. I surrender you to us to the presence of the Lord, that people will see us and say that we are a different people. പുറമേയുള്ള ശക്തി ലഭിച്ച് ദൈവത്തിന് വേണ്ടി വലിയവ ചെയ്യുന്നവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. Hallelujah. I surrender everyone, those who need the power. എപ്പോഴും പരിപൂർണ്ണ ജയാളികളായി മാറുവാൻ അവരെ നിന്റെ കരങ്ങളിൽ And ഏൽപ്പിക്കുകയാണ്. those who want to be victorious always, I surrender them also into their hands. ഈ സഭ ഈ ദേശത്തിന് അനുഗ്രഹമായി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. Hallelujah. Let them be a blessing to this nation. ഒരു സ്പെഷ്യൽ ചർച്ചായി മാറുവാൻ ദൈവങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. Hallelujah. Surrender this church to become a special church. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. All glory to God. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. In Jesus' name we pray. Amen. 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 Hallelujah.